ഇനി പറഞ്ഞു വരുന്നത് നമ്മുടെ BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറിനെ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്ന കാര്യത്തിലേക്ക് ഞാൻ കടന്നു വരികയായിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇനി ഒരു പ്രഖ്യാപനം മാത്രമാണ് ബാക്കി. അപ്പോൾ പ്രഹ്ലാദ് ജോഷിയുടെ നേതൃത്വത്തിൽ 11 മണിക്കാണ് സംസ്ഥാന കൗൺസിൽ യോഗം ചേരുക. ഈ യോഗത്തിന് ശേഷമാകും അദ്ദേഹത്തെ പുതിയ പ്രസിഡന്റായി പ്രഖ്യാപിക്കുക. വിശദമായ വിവരങ്ങളുമായി അർജുൻ രാജുണ്ട് നമുക്കൊപ്പം. അർജുൻ, ഗുഡ് മോർണിംഗ്. പരിഗണിക്കാൻ ഒരുപാട് സംസ്ഥാന നേതാക്കൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം മാറ്റിയാണ് അവസാനം കേന്ദ്രം ടെക്നോക്രാറ്റായ രാജീവ് ചന്ദ്രശേഖറിനെ പുതിയ അധ്യക്ഷനായി കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന്റെ പാർലമെന്ററി രംഗത്തെ പരിചയ മികവൊക്കെ നമുക്കറിയാം, പ്രവർത്തന മികവൊക്കെ നമുക്കറിയാം. പക്ഷേ സംഘടനാ തലത്തിൽ അത് എത്രത്തോളം ഉണ്ടാകും എന്ന കാര്യത്തിൽ വലിയൊരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ 2 വലിയ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോവുകയാണ്. അപ്പോൾ പാർട്ടിയിൽ ഗ്രൂപ്പ് പോരും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. മല്ലിട്ട് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്നിച്ചു കൊണ്ടുപോകാൻ രാജീവ് ചന്ദ്രശേഖരൻ എത്രത്തോളം കഴിയും എന്നുള്ള കാര്യം ആകാംക്ഷയായി തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ ഈ പ്രഖ്യാപനവും സംബന്ധിച്ച ഇനിയിപ്പോൾ ഒരു പ്രഖ്യാപനത്തിന് മാത്രമാണ് ഒരു കാത്തിരിപ്പ്. പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകാം അർജുൻ. ഒപ്പം രാജീവ് ചന്ദ്രശേഖരനെ പുതിയ ഒരു അധ്യക്ഷനായി, ഒരു ടെക്നോക്രാറ്റിനെ പുതിയൊരു അധ്യക്ഷനായി കൊണ്ടുവരുമ്പോൾ കേന്ദ്രം എന്തൊക്കെ കാര്യങ്ങളാകും ചിന്തിച്ചിട്ടുണ്ടാവുക? എന്തൊക്കെയായിരിക്കും കേന്ദ്ര നീക്കം? സേതു, ഗുഡ് മോർണിംഗ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഒരു പുതിയ അധ്യക്ഷൻ, ഒരു പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഒരു പുതിയ അധ്യക്ഷൻ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുകയാണ്. 11 മണിക്ക് രാജീവ് ചന്ദ്രശേഖറിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകും. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിയാണ് ഈ പ്രഖ്യാപനം നടത്തുക. നേരത്തെ പലതരത്തിലുള്ള പേരുകളൊക്കെ ഉയർന്നു വന്നിരുന്നെങ്കിലും കേന്ദ്രത്തിന്റെ ഒരു നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനാകട്ടെ എന്ന് തീരുമാനം വരുന്നത്. ഇന്നലെ ചേർന്ന കോർ കമ്മിറ്റി യോഗം അത് അംഗീകരിക്കുകയും ഒറ്റ ആൾ മാത്രം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തു. ഇന്നലെ മത്സര സാധ്യത അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയത്ത് രാജീവ് ചന്ദ്രശേഖർ മാത്രമാണ് പത്രിക സമർപ്പിച്ചത് എന്ന് മാത്രമല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, സംസ്ഥാനത്തെ നേതൃനിര ഒരുമിച്ചെത്തിയാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒപ്പമുണ്ടായത്. അതായത് പുറത്തേക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും രാജീവ് ചന്ദ്രശേഖറിന് ഉണ്ടെന്നുള്ള പ്രതീതി ഉണ്ടാക്കിയെടുക്കാനാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം ഇന്നലെ ശ്രമിച്ചത്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ വി മുരളീധരൻ അല്ലെങ്കിൽ സുരേന്ദ്രൻ്റെ വിഭാഗം, അല്ലെങ്കിൽ അപ്പുറത്ത് MT രമേശ് ഉൾപ്പെടെയുള്ള ഗ്രൂപ്പ്, അങ്ങനെയാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് BJPയെ. അതിനപ്പുറത്തേക്ക് പുറത്തുനിന്ന് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലൊന്നും പെടാത്ത, അത്ര പരിചിതമല്ലാത്ത ഒരാൾ വരുമ്പോൾ ഇതൊക്കെ മാറി കുറെ കൂടി ഐക്യത്തോടെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന പ്രതീക്ഷയാണ് ദേശീയ നേതൃത്വത്തിന് ഉള്ളത്. കർണാടകയിലാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ ഉണ്ടായത്. അവിടെ നിന്നാണ് കേന്ദ്രമന്ത്രി രാജ്യസഭയിലേക്ക് എത്തുകയും പിന്നീട് കേന്ദ്രമന്ത്രിയൊക്കെ ആകുന്നതിന്റെ പശ്ചാത്തലം മലയാളിയായിരുന്നെങ്കിൽ കൂടി കർണാടകയിലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അത്ര സജീവമല്ലാതിരുന്ന ഒരു നേതാവ് വരുമ്പോൾ ഈ പറഞ്ഞ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായും ഉയരുന്നത്. എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കാഴ്ചവെച്ച പ്രകടനം കൂടിയാണ് ഇത്തരത്തിലൊരു പേരിലേക്ക്, രാജീവ് ചന്ദ്രശേഖറിലേക്ക് എത്താൻ BJP ദേശീയ നേതൃത്വത്തെ പ്രേരിപ്പിച്ചത്. അത് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. സംസ്ഥാനത്ത് പല പേരുകൾ ഇതിനോടകം തന്നെ ഉയർന്നു വന്നിരുന്നു. ശോഭാ സുരേന്ദ്രനും വി മുരളീധരനും MT രമേശും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ പരിഗണനയിൽ വന്നതാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ദേശീയ നേതൃത്വം തീരുമാനിച്ച പേരിലേക്ക് സംസ്ഥാന നേതൃത്വം കൂടി വഴങ്ങുകയാണ് ഉണ്ടായത്. അത് നേരത്തെ സേതു പറഞ്ഞതുപോലെ തന്നെ ഈ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്തതിന് ശേഷം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ, നേരത്തെയുള്ള ഗ്രൂപ്പ് പ്രശ്നങ്ങൾ, സമവാക്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്ത് രാജീവ് ചന്ദ്രശേഖറിന് കൊണ്ടുപോകാൻ. അർജുൻ, അത് തന്നെയാണ് മല്ലടിച്ച് നിൽക്കുന്ന ഗ്രൂപ്പുകാരെയൊക്കെ എങ്ങനെയായിരിക്കും ഇനി രാജീവ് ചന്ദ്രശേഖർ പുതിയൊരു ഫോർമുലയിലൂടെ ഒന്നിച്ച് കൊണ്ടുപോകുക എന്നുള്ളതും കാണാനൊരു ആകാംക്ഷയാണ്. ഒപ്പം തന്നെ ഇനി ശോഭാ സുരേന്ദ്രൻ, MT രമേശ് അടക്കമുള്ളവർക്കൊക്കെ പുതിയ ചുമതലകൾ എന്താണ് എന്നുള്ള കാര്യത്തിലും കാത്തിരിപ്പുണ്ട്. 11 മണിക്ക് ശേഷം ഇതിലൊക്കെ ഒരു വ്യക്തത വരികയും ചെയ്യും. അർജുൻ രാജാണ് അപ്പോൾ ഇന്നത്തെ BJP കൗൺസിൽ യോഗവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വളരെ വിശദമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.